ഓക്കെ, ഡോക്ടർ ദേവി പ്രകാശ് അൺമ്യൂട്ട് ചെയ്ത് പറയാം. ഡോക്ടർ നമസ്കാരം. എല്ലാവർക്കും ഡോക്ടർക്ക് ഒരു നമസ്കാരം കൊടുക്കാം. എല്ലാവരും നമസ്കാരം സർ. നമസ്കാരം. ഓക്കെ, എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. എന്റെ പേര് ഡോക്ടർ ദേവി പ്രകാശ്. ഞാൻ ഒലവക്കോടാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. 30 വർഷമായിട്ട് ഞാൻ ഈ ഒരു പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹോമിയോ ഡോക്ടറാണ്, ഹോമിയോ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഒരുപാട് ജീവിതശൈലി രോഗങ്ങൾക്ക് നമ്മൾ നല്ല ഒരു പല പല കാര്യങ്ങളും, ജീവിതശൈലി രോഗങ്ങൾ നമുക്കറിയാലോ. നമ്മുടെ ശരീരത്തിനെ പറ്റി നമ്മൾ എപ്പോഴും കുറച്ച് ബോധേഡായിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് സത്യമായിരിക്കാം. പക്ഷെ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മുടെ ശരീരത്തിന് വേണ്ടിയുള്ളതാണോ എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല. നമ്മുടെ ശരീരത്തിന് വേണ്ടി നമ്മൾ ഒന്നും ചിന്തിക്കാറില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ ഇവിടെ എനിക്ക് വളരെ സന്തോഷമുണ്ട്, സാറിന്റെ ഈ ക്ലാസ്സിൽ ഇത്രയും പേര് പങ്കെടുക്കുന്നു, രാവിലെ ഈ മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യുന്നു. അപ്പൊ എന്താണ്, നമ്മൾ നമ്മുടെ ശരീരത്തിന് വേണ്ടി ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നുള്ളതിൽ വലിയ സന്തോഷം. എന്തായാലും ഷാജി സാർ ഇത്രയും നല്ല കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഒരുപാട് ആളുകൾക്ക് ഇതിനെ കൊണ്ട് എന്തെല്ലാം മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള പിരിമുറുക്കങ്ങളും ശാരീരികമായിട്ടുള്ള അസുഖങ്ങളും കുറയ്ക്കാൻ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണ് ഈ ഒരു ധ്യാനം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രോഗ്രാമിൽ നമ്മൾ റെഗുലർ ആയിട്ട് പങ്കെടുക്കുക എന്നുള്ളത്. നമ്മൾ നിത്യേന ചെയ്യുമ്പോഴാണ് ഇതിന് ഗുണം കിട്ടുന്നത്. അതാണ് നമ്മുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും പ്രത്യേകത. അപ്പൊ അതുകൊണ്ട് ഇന്നിപ്പോ എന്നെ സാറ് പരിചയപ്പെടുത്തി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന ഒരു ചെറിയൊരു മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന ഒരു പ്രോഡക്റ്റിനെ പറ്റിയാണ് ഞാൻ ഇവിടെ വിശദീകരിക്കാൻ പോകുന്നത്. കാരണം നമുക്ക് എല്ലാവർക്കും ശരീരത്തിലുണ്ടാകുന്ന പല അസുഖങ്ങളും, ഇപ്പൊ നമുക്കറിയാം ഡയബറ്റിക്, ഒരുപാട് പേർക്ക് അസുഖങ്ങളുണ്ട് ഇവിടെ. കാരണം ഡയബറ്റിക് എന്ന് പറയുമ്പോൾ നമുക്ക് ഷുഗർ 10 പേരെടുത്താൽ കേരളത്തില് ഒരു 7 പേർക്കുണ്ടെന്നാണ് പറയുന്നത്. അതേപോലെ ക്യാൻസർ പോലെയുള്ള കണ്ടീഷൻസ് 10 പേരെടുത്താൽ അതിൽ 3 പേർക്ക് ക്യാൻസർ പോലത്തെ കണ്ടീഷൻസ് ഉണ്ട്. ഇതെങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ആലോചിച്ചാൽ അറിയാൻ പറ്റും. എന്തുകൊണ്ടാണ്? നമ്മളുടെ ഭക്ഷണ രീതിയിലുള്ള മാറ്റങ്ങൾ. കാരണം ഇപ്പോഴത്തെ ജങ്ക് ഫുഡ്സ് ധാരാളം ഉപയോഗിക്കുന്നു, ധാരാളം ആളുകൾ പുറമേ നിന്ന് ഭക്ഷണം കഴിക്കുന്നു, മായം കലർന്ന ഭക്ഷണങ്ങൾ ധാരാളം നമ്മൾ ഉപയോഗിക്കുന്നു. ഇതുകൊണ്ട് മാത്രമാണ് നമ്മുടെ ശരീരത്തിൽ ഈ ഒരു പ്രോബ്ലംസ് ഉണ്ടാവുന്നത്. അപ്പൊ പണ്ടുള്ള ഭക്ഷണ രീതിയിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ കുട്ടികളായാലും ശരി നമ്മുടെ ഈ കാലഘട്ടത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇപ്പോ നമ്മളിപ്പോ ഒരു ഈ സന്ദർഭത്തിൽ ഒരു കാര്യം എടുത്തു നോക്കിയാല് ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്കുകൾ വരുന്നത് എവിടെയാണ്? 18 മുതൽ 35 വയസ്സ് അല്ലെങ്കിൽ 40 വയസ്സിനുള്ളിലുള്ള കുട്ടികളിലാണ് ഹാർട്ട് അറ്റാക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഹാർട്ട് ബ്ലോക്ക്. അതിനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം എന്താണ്? അവരുടെ ഇപ്പോഴത്തെ ജീവിതശൈലി, ലാക്ക് ഓഫ് എക്സസൈസ്. അവരിൽ ഇങ്ങനത്തെ ഒരു സിംറ്റംസും ഇല്ല. നമ്മൾ ഈ പറയുന്ന ഒരു കാര്യങ്ങളും അവർക്കില്ല. ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഭക്ഷണ രീതിയില്ല, ടൈമില്ല, അതേപോലെ തന്നെ ഉറക്കത്തിനൊരു സമയം കൃത്യതയില്ല. ഈ രീതിയിലുള്ള അവരുടെ ജീവിത ശൈലിയാണ് അവരെ ഈ അസുഖങ്ങളിലേക്ക് എത്തിക്കുന്നത്. നമ്മളുടെ ഒക്കെ മക്കള് ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ഓരോരുത്തരുടെയും മക്കളാണ് ഇത് അനുഭവിക്കുന്നത്. അപ്പൊ വന്നിട്ട് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. വരണേന് മുന്നേ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണ് പറയുന്നത്. അപ്പൊ പ്രിവെൻഷൻ ഈസ് ബെനിഫിറ്റ് ദാൻ ക്യൂർ. കാരണം എന്ന് വെച്ചാൽ ഈസിയർ ദാൻ ക്യൂർ. ഇതാണ് സംഭവം. കാരണം പ്രിവെൻഷൻ ആണ് എല്ലാറ്റിനും ഒരു കാരണം, ഏറ്റവും ഒരു പ്രായോഗികമായിട്ടുള്ള കാര്യം. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ വരുന്നതിന് മുമ്പ് അതിനെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുക. അപ്പൊ നമ്മുടെ ശരീരത്തിനെ നമ്മളൊന്ന് ഉൾക്കൊള്ളുകൊണ്ട് ശരീരത്തിനെ ഒന്ന് മനസ്സിലാക്കാൻ പഠിക്കുക. എന്താണ് എന്റെ ശരീരത്തിന് വേണ്ടത്? പല ആളുകളും ശ്രദ്ധിച്ചു പോകുന്ന എന്താ പറയുക, അപ്പൊ നമ്മൾ ചെറിയൊരു വണ്ടി ഉപയോഗിക്കുക വിചാരിക്കും. അപ്പൊ നമ്മൾ ആ വണ്ടിയിൽ കറക്റ്റായിട്ട് ഇന്ധനം ഒഴിക്കും, ആ വണ്ടി കറക്റ്റായിട്ട് കഴുകും, അത് കൃത്യമായ രീതിയിൽ ഉപയോഗിക്കാൻ ശ്രമിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? എത്ര വലിയ കാറാണെങ്കിലും എന്താണെങ്കിലും അതിന്റെ കൃത്യമായിട്ട് നമ്മൾ ടാക്സ് അടയ്ക്കും, റോഡ് ടാക്സ് അടയ്ക്കും, ഇൻഷുറൻസ് അടയ്ക്കും. ഇതൊക്കെ നമ്മൾ ആ വണ്ടിക്ക് വേണ്ടി. പക്ഷെ ആ വണ്ടിയിലിരിക്കുന്ന വ്യക്തിക്ക് വേണ്ടി നമ്മൾ ഒന്നും ചെയ്യാറില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇപ്പോൾ അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം അതിന് തുടയ്ക്കാനും മെനിക്കാനും മറ്റു കാര്യങ്ങൾക്കും എല്ലാത്തിനും നമുക്ക് സമയമുണ്ട്, നമ്മൾ അതെല്ലാം കൃത്യമായ രീതിയിൽ ചെയ്യാറുണ്ട്. പക്ഷെ ഇരിക്കുന്ന വ്യക്തിയെ പറ്റി നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നില്ല. അതിൽ കയറി ഇരിക്കുന്ന വ്യക്തി ഞാനാണ്. അപ്പൊ ആ എന്നെ കുറിച്ച്, എന്റെ ശരീരത്തിനെ കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. ഞാനുണ്ടെങ്കിലേ ഇതൊക്കെ ഉള്ളൂ, മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ള ആ ഒരു ചിന്താഗതി നമ്മൾക്ക് വന്നാൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ നമ്മൾക്കും നമ്മുടെ ചുറ്റുപാടുകളിലും ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഞാൻ സാർ എന്നെ ഇവിടെ ക്ഷണിച്ചതിൽ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു പ്രോഡക്റ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കാരണം ദിവ സീക്രട്ട്
സ്റ്റെം സെൽ പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഇത് നമ്മൾക്ക് ഒരുപാട് ഉപകാരപ്രദമാകുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ദിവ സീക്രട്ട് എന്ന് പറയുമ്പോൾ, സീക്രട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ ഒരു സീക്രട്ട് ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്തും. ഇതൊരു മരുന്നല്ല, ഇതൊരു ശരീരത്തിലെ എല്ലാ സെല്ലുകളെയും റെജുവിനേറ്റ് ചെയ്ത് നമ്മളെ പൂർവാധിക ശക്തിയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതില് 15 കണ്ടന്റുകളാണ് ഉള്ളത്. ഇതൊരു സ്റ്റെം സെൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ നമുക്കറിയാം മനുഷ്യന്റെ പൊക്കിൾക്കൊടിയിൽ നിന്നാണ് സ്റ്റെം സെൽ വരുന്നത്. അതേപോലെ തന്നെ മൃഗങ്ങളുടെ നട്ടലിൽ നിന്നാണ് സ്റ്റെം സെൽ ഉണ്ടാക്കുന്നത്. നമ്മളെ ഇപ്പൊ ഇതിൽ ഗ്രീൻ ആപ്പിൾ ഫുള്ളി ഓർഗാനിക് ആണ്. ഗ്രീൻ ആപ്പിളിന്റെ സ്റ്റെം സെല്ലാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത്. ഇത് ഡയബറ്റിക് പരമായിട്ട് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഒരു 44 ദിവസത്തെ ഒരു കോഴ്സ് പോലെയാണ് നമ്മളിത് കൊടുക്കുന്നത്. ഇതില് അപ്പൊ എന്താണ് ഗുണമുണ്ടാവുക എന്ന് വെച്ചാൽ, അവർക്ക് വരുന്ന പല അസുഖങ്ങൾക്കും ഇത് ഉപകാരപ്രദമാകും. അവർക്ക് എന്താണ് പ്രശ്നം, നമുക്കറിയാം ഡയബറ്റിക് കേസസിന് ധാരാളം മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ടാവും. ആ മരുന്നുകൾ കഴിക്കുമ്പോൾ അതൊരു മെഡിക്കൽ സയൻസ് ആണ്. മരുന്ന് കഴിക്കുമ്പോൾ അസുഖത്തിനെ കുറയ്ക്കാൻ മാത്രമേ പറ്റുള്ളൂ, കാരണം ക്യൂർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവരുടെ ശരീരത്തിൽ ഇന്റേണലി ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. ആ ഇന്റേണലി പ്രോബ്ലംസിനെ നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ നമ്മൾ പെർഫെക്റ്റ്ലി ഓക്കെ ആണെന്ന് ചിന്തിച്ചു പോകും, പക്ഷെ കാണാൻ പറ്റില്ല. നെർവുകൾ തളരാൻ തുടങ്ങും, മസിൽസ് വളരെ തളരാൻ തുടങ്ങും, മസിൽസ് ഇല്ലാതെ ആകാൻ തുടങ്ങും, കണ്ണുകൾക്ക് പ്രോബ്ലം ഉണ്ടാവും. അതായത് ഡയബറ്റിക് റെറ്റിനോപ്പതി, ഡയബറ്റിക് ന്യൂറോപ്പതി, ഡയബറ്റിക് കൊണ്ട് വരുന്ന ഒരുപാട് അസുഖങ്ങൾ, നെഫ്രോപ്പതി, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതിനെ നമ്മൾ ആദ്യം തന്നെ എന്താ ചെയ്യുക, ഇല്ലാതെയാക്കാൻ ശ്രമിക്കുക. അപ്പൊ അതിനൊരു ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഇതാണത്. ഇത് ഓർഗാനിക് ആണ്. 15 കണ്ടന്റുകളാണ് ഇതിനകത്തുള്ളത്. അതിൽ ഗ്രീൻ ആപ്പിള്, അതേപോലെ തന്നെ ബ്രോസ്വെല്ല, ഹണി, അങ്ങനെയുള്ള ഒരു 15 പിന്നെ അതേപോലെ പ്രോബയോട്ടിക്, ഗ്രേപ്പ് സീഡ്സ്, ബ്ലാക്ക് സീഡ്സ്, ഇങ്ങനെയുള്ള കണ്ടന്റുകൾ 15 അടങ്ങിയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. ഇതൊരു 44 ഡേയ്സ് നമ്മൾ ഡെയിലി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, അതായത് ബ്രേക്ക്ഫാസ്റ്റിന് മുൻപ് എണീറ്റ ഉടനെ നമ്മുടെ നാക്കിനടിയിൽ ഇട്ടിട്ട് അതിനെ സ്വാളോ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമുക്ക് നല്ല റിസൾട്ട് ആണ്. അതേപോലെ തന്നെ നമുക്കിപ്പോ ഉണങ്ങാത്ത മുറിവുകൾ ഉണ്ടാവും. ധാരാളം ആളുകൾ ഡയബറ്റിക് വന്നിട്ട് ഉണങ്ങാത്ത മുറിവുകൾ, നമ്മളുടെ ഒരുപാട് അസുഖങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. ക്യാൻസർ മാറിയവർക്ക് നമുക്ക് ഇത് ഉപയോഗിക്കാം, ക്യാൻസർ ഉള്ളവർക്കും ഉപയോഗിക്കാം. പല കണ്ടീഷൻസിലും ക്യാൻസറിനെ നമുക്ക് പ്രതിരോധിക്കാൻ ഇതുകൊണ്ട് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കേസസ്. അതേപോലെ തന്നെ നമുക്കറിയാം നമ്മൾക്ക് വേരിക്കോസിറ്റി വളരെ കൂടുതലാണ്. വേരിക്കോസ് വെയിൻ പ്രോബ്ലം വരുന്നുണ്ട്, വേരിക്കോസ് അൾസേഴ്സ്, വലിയ അസുഖം, വലിയ അൾസേഴ്സ് ഇതുകൊണ്ട് ഹീൽ ചെയ്ത് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മുടെ ചുറ്റുപാടിലുള്ള ആൾക്കാർക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ തന്നെ സ്വയം ആദ്യം ഉപയോഗിക്കുക, എന്നിട്ട് നമുക്ക് എന്തെല്ലാം മാറ്റങ്ങൾ വരുന്നു എന്ന് നോക്കുക. കണ്ണിന് പ്രശ്നങ്ങളുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം നമ്മളിപ്പം ഒരു ലാപ്ടോപ്പ്, TV എല്ലാം, നമ്മൾ ലാപ്ടോപ്പും മൊബൈലും ഉപയോഗിക്കാത്ത ആൾക്കാർ കുറവാണ്. 1 വയസ്സ് 2 വയസ്സായ കുട്ടികൾ തൊട്ടിട്ടാണ് മൊബൈൽ യൂസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ കണ്ണിനുള്ള അസുഖങ്ങൾ കൂടുതലാണ്. അപ്പൊ അതിനൊക്കെ നമുക്ക് ഒരു പവർ കൊടുക്കാൻ വേണ്ടി നമുക്കിത് ഉപയോഗിക്കാം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ എന്തായാലും ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങളൊന്ന് ആദ്യം അത്യാവശ്യം വേണ്ടവരൊന്ന് ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് മറ്റുള്ളവരിലേക്ക് ഇത് പ്രൊമോഷൻ ചെയ്യണം. കാരണം എന്തുകൊണ്ടാ പറഞ്ഞാൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ ഈ വക അസുഖങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. ആ വ്യക്തികൾക്ക് നമ്മളൊന്ന് പറഞ്ഞു കൊടുക്കുക, അത്രയേ ഉള്ളൂ. കാരണം വെച്ചാൽ ഒരു ഉപകാരം ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതാണ് എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്. അപ്പൊ എന്തായാലും ഷാജി സർ, താങ്ക് യു. ഈ ഒരു അവസരം എനിക്ക് ഒരുക്കി തന്നതിന് താങ്ക് യു സർ. നന്ദി, നമസ്കാരം. ഡോക്ടറുടെ അനുഭവങ്ങളിൽ നിന്നാണ്, എക്സ്പീരിയൻസ് നിന്നാണ് അത് കൂടുതൽ പറയുന്നത്. കാരണം മരുന്ന് അല്ല, ഇത് ഒരു സപ്ലിമെന്റ് ആണ്. പക്ഷെ അതിന് ഒരുപാട് റിസൾട്ട് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഡോക്ടറുടെ ലൈഫിൽ തന്നെ ഒരുപാട് റിസൾട്ട്. ഇതിന് മാത്രമേ, രോഗം മാത്രമല്ല, കുഞ്ഞുങ്ങളില്ലാത്ത കാര്യങ്ങള് മുതല് ഒരുപാട് എക്സ്പീരിയൻസ് പറയാനുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞത് മാത്രം, ഡോക്ടർ ചെറുതായിട്ട് കാര്യങ്ങളെ പറഞ്ഞത് മാത്രം. അപ്പൊ അതോടൊപ്പം നമ്മൾ ഹീലിങ്ങിന് പോലെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണ്. ഹീൽ ചെയ്യപ്പെടും അല്ലേ ഡോക്ടർ? അങ്ങനെയല്ലേ? ഹീൽ ചെയ്യും. ഇത് നമ്മുടെ ശരീരത്തിനെ ഹീൽ ചെയ്ത് കൊണ്ടുവരാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അസുഖം ഒന്നും എനിക്കില്ല എന്നുള്ളവർക്കും ഇത് ഉപയോഗിക്കാം. എന്തുകൊണ്ടാ പറഞ്ഞാൽ, നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഉള്ളിലുണ്ടോ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അത് ഉപയോഗിക്കാം. അതേപോലെ തന്നെ ഡയബറ്റിക് കേസസിലെ ഗ്യാസ്ട്രൈറ്റിസ് പോലെയുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. സ്ട്രെസ്, ടെൻഷൻ, ഇതൊക്കെ ഒഴിവാക്കാൻ പറ്റും. എന്തുകൊണ്ടാ പറഞ്ഞാൽ, ഇതിനകത്ത് എല്ലാ വൈറ്റമിൻസ് ആൻഡ് മിനറൽസിന്റെ കണ്ടന്റുകൾ ഉണ്ട്. അത് കൃത്യമായി നമ്മുടെ ശരീരത്തിൽ ആക്ട് ചെയ്യും. അത് നമുക്ക് അറിയില്ല എത്ര കുറവുണ്ട്, എന്താണ് നമ്മുടെ കുറവുകൾ എന്നറിയാം. അതേപോലെ സോഡിയം പലപ്പോഴും കുറയുന്ന ആൾക്കാരുണ്ട്, പെട്ടെന്ന് വീഴും. അപ്പൊ സോഡിയം കുറഞ്ഞിട്ടാണ് അവർ വീഴുന്നത്. അവർ പോലും അറിയാതെ അവർ വീഴുകയാണ്.
അങ്ങനെയുള്ളവർക്ക് നമുക്കിത് ഒരു 44 ദിവസം കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് അതിന് നല്ല റിസൾട്ട് ഉണ്ടാവുന്നുണ്ട് സാർ. അപ്പൊ ഇത് 44 ദിവസം നമ്മൾ കഴിക്കുക എന്ന് പറയുമ്പോൾ ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. മലേഷ്യൻ കമ്പനിയാണ് ഇത് ഇറക്കിയിരിക്കുന്നത്. അപ്പൊ ഇതിന് നമുക്ക് 44 ദിവസത്തേക്ക് കോസ്റ്റ് വരുന്നുണ്ട് സാർ. ഒരു 10,000 റുപ്പീസോളം കോസ്റ്റ് വരുന്നുണ്ട്. അപ്പൊ അത് പക്ഷെ നമ്മളൊരു വലിയൊരു കാര്യമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടതില്ല. കാരണം നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ബ്ലഡ് ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ്, മറ്റു കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഒരു സ്കാനിങ് അടക്കം ചെയ്യണമെങ്കിൽ നമുക്കൊരു 5,000 റുപ്പീസ് ആവും സാർ. അത് ഒരു വൺ ടൈം ആണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മൾ ഇത് 44 ദിവസത്തേക്കാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇപ്പൊ എന്റെ വീട്ടിൽ എന്റെ ഹസ്ബൻഡ് കഴിക്കുന്നുണ്ട് സാർ. അദ്ദേഹത്തിന് ഒരു ആംബ്യൂട്ട് ചെയ്ത് വിരല ആംബ്യൂട്ട് ചെയ്താണ് ഡയബറ്റിക് കാരണം. അപ്പൊ അദ്ദേഹത്തിന് അത് ഹീൽ ചെയ്ത് വരുന്നുണ്ട്. നല്ല വ്യത്യാസം, ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ലപോലെ ഉണങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനൊക്കെ എനിക്ക് വളരെ നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. അതേപോലെ തന്നെ വേരിക്കോസ് അൾസർ, അതിന് നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് കണ്ടീഷൻസ് ഇപ്പൊ ഞാൻ ഏകദേശം ഒരു 10-25 പേരിൽ നമ്മൾ 44 ദിവസത്തേക്കുള്ള പ്രോഡക്റ്റുകൾ കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. അവര് വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട്. നല്ല റിസൾട്ട് അവർക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അസുഖങ്ങളൊന്നുമില്ല പ്രത്യേകിച്ച്. പക്ഷെ ഡയബറ്റിക് ആകുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾക്ക് വേണ്ടി ധാരാളം പേര് നമ്മളെ സമീപിച്ചിട്ടുണ്ട്. സോറിയാസിസ് കേസസിന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കേസസ് നമ്മുടെ മുമ്പിലുണ്ട്. കാരണം കാലിലൊക്കെ ഇപ്പൊ ഒരുപാട് ഡയബറ്റിക് വന്നിട്ട് കാലുകളിലൊക്കെ സ്കിൻ ഡിസീസസ് വരുന്ന ആളുകളുണ്ട്. അതേപോലെ തന്നെ നമുക്ക് പുറമെ പലരും പലതും പറയാത്ത കണ്ടീഷൻസ് ഒക്കെ ധാരാളം ഉണ്ടാവും. അപ്പൊ അവർക്കൊക്കെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. സ്ത്രീ പുരുഷൻ എന്നുള്ള വ്യത്യസ്തതയൊന്നും ഇതിനകത്തില്ല. എല്ലാവർക്കും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. ഇതിനകത്ത് ഒരു സൈഡ് ഇഫക്റ്റ് ഇല്ല. ഇത് വെറും ഓർഗാനിക് ആണ്. ഓർഗാനിക് ആയിട്ടുള്ള ഐറ്റംസ് മാത്രം എടുത്തതാണ്. ഇതിന്റെ കണ്ടന്റുകൾ നമുക്ക് കൃത്യമായി വായിച്ചറിയാൻ പറ്റും. അതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. എന്നാൽ എന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു എന്ന് പറഞ്ഞു. സാർ, ആർക്കെങ്കിലും ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം സാർ. മെമ്മറി പവർ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോ കുറച്ചാൾക്ക് കൊടുത്തു. ഞാനത് കഴിച്ചു. ഡോക്ടർ പറഞ്ഞ ശേഷം ഒരാഴ്ചയായിട്ട് ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ജസ്റ്റ് എന്താണെന്ന് അറിയാൻ. എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ രാവിലെ എണീച്ച് ഞാൻ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് നമ്മളെ നാവിന്റെ അടിയിലേക്ക് ജസ്റ്റ് ആ പൗഡർ, അങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞത്. അത് നമ്മൾ യൂസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ലേശം ചുടുവെള്ളം കുടിക്കണം എന്നാണ് പറയുന്നത്. ശരിക്കും സ്റ്റൊമക്കിൽ നല്ല റിസൾട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ 200, അവരെന്നെ പറയുന്നത് 200-ൽ കൂടുതൽ അസുഖങ്ങൾക്ക്, അതായത് മാക്സിമം എല്ലാ അസുഖങ്ങൾക്കും ഇത് വ്യത്യാസം ഉണ്ടാക്കും. അത് നമുക്ക് അറിയാനും പറ്റും. അപ്പൊ അറിയാനാണ് ശരിക്കും 44 ദിവസം എന്ന് ഡോക്ടർ പറഞ്ഞത്. നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യുമ്പോൾ ചെക്ക് ചെയ്യുക. നമ്മളൊന്ന് ബ്ലഡ് എല്ലാം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതൊന്ന് കഴിച്ച് ഒരു 44 ഡേയ്സോ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് എന്തെല്ലാം അസുഖങ്ങൾ മാറി എന്ന് അറിയാൻ പറ്റും. നമ്മൾ വളരെ ഹെൽത്തി ആയിരിക്കും, നല്ല ആക്റ്റീവ് ആവുന്നുണ്ട്. ഇതിലുള്ളതൊക്കെ നല്ല കണ്ടന്റ്സ് ആണ്. മലേഷ്യൻ മെഡിക്കൽ കൗൺസിൽ അംഗീകരിച്ച ആ ഒരു ഇതും അതിൽ കാണുന്നുണ്ട് പൂർണ്ണമായിട്ടും. പിന്നെ ഒരുപാട് കൺട്രീസിലേക്ക് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇന്ത്യയിൽ ഇത് എത്തിയിട്ടില്ല. ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പ്രൊഡക്റ്റ്. ഞാനും ചെയ്ത് നോക്കുന്നുണ്ട്. ഒരു 7 days ആയി. എനിക്ക് നല്ലൊരു ചേഞ്ചസ് എനിക്ക് കാണുന്നുണ്ട് തന്നെ. ഓക്കെ, പിന്നെ സംശയം ചോദിക്കാം നിങ്ങൾ ഡോക്ടറോട് ചോദിക്കാം. സാർ, ഒരു സംശയം ചോദിച്ചിട്ടുണ്ടാവട്ടെ. ആളെ എനിക്കറിയില്ല. അത് അവര് ചോദിച്ചിരിക്കുന്നത് ഡയബറ്റിക് കേസസ് മാറ്റാൻ പറ്റുമോ, എന്താണ് ഡയബറ്റിക് കേസസിൽ അതിന്റെ മാറോ ഇല്ല എന്നാണ് ചോദ്യം. പക്ഷെ അതിൽ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. കാരണം ഡയബറ്റിക് കേസസ് മാറ്റാം എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷെ എന്ത് ഗുണം കിട്ടും പറഞ്ഞാല് ചില ആളുകളിൽ ബീറ്റ സെൽസ് ഉണ്ടാവും സാർ. അത് ബീറ്റ സെൽസ് ഡെവലപ്പ് ചെയ്താലാണ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുക. ചില കണ്ടീഷൻസിൽ നമുക്ക് അങ്ങനത്തെ റിസൾട്ട് കിട്ടുന്നുണ്ട്. ബീറ്റ സെൽസ് ഡെവലപ്പ് ചെയ്ത് വന്നിട്ട് ഡയബറ്റിക് പൂർണ്ണമായിട്ടും ഇല്ലാതെയാവുന്ന ഒരു അവസ്ഥയിലേക്കും ഇത് കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ കുറച്ചുനാൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. അപ്പൊ അതാണ് ആ ഡൗട്ട് ചോദിച്ചാൽ അവരോട് എനിക്ക് പറയാനുള്ളത്. ഡയബറ്റിക് നമുക്ക് ചിലപ്പോൾ പൂർണ്ണമായി മാറ്റാൻ പറ്റില്ല. പക്ഷെ അതിന് വരുന്ന സൈഡ് ഇഫക്റ്റുകൾ ഒഴിവാക്കാം. ചില കേസസിൽ നമുക്ക് ബീറ്റ സെൽസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ട്, വലിയ കേടുപാടുകൾ പറ്റാത്ത സമയമാണെങ്കിൽ ആ ബീറ്റ സെൽസിനെ ഇത് റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മളുടെ ശരീരത്തിന് കൊടുക്കുന്നുണ്ട്. അപ്പൊ വീണ്ടും നമുക്ക് ഡയബറ്റിക് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകാൻ പറ്റും. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഡയബറ്റിക് കേസസ് ഓരോരോട് പറയാനുള്ളത്, നമ്മളുടെ വീട്ടിലിപ്പോ അച്ഛനും അമ്മയ്ക്കും ഡയബറ്റിക് ഉള്ള ആൾക്കാരുണ്ടാകും. അപ്പൊ അത് ഹെറിഡിറ്ററി ആണെന്ന് നമുക്കറിയാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മക്കൾക്ക് 40 വയസ്സോ 35 വയസ്സോ അല്ലെങ്കിൽ 40 വയസ്സോ ഉള്ള ആൾക്കാരാണെങ്കിൽ അവരെ നമ്മൾ ടെസ്റ്റ് ചെയ്യാം. ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ചെയ്യാം? അവർക്ക് പ്രീ ഡയബറ്റിക് കേസ് പറയും സാർ. അപ്പൊ ആ പ്രീ ഡയബറ്റിക് കേസ് ആണോ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കും. അതിനുള്ള ടെസ്റ്റുകൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റും. അവർക്ക് നമ്മൾക്ക് ഇത് പ്രൊവൈഡ് ചെയ്യാം സാർ. എന്തുകൊണ്ടാ പറഞ്ഞാല് ഡയബറ്റിക് വരാതിരിക്കാൻ വേണ്ടി. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അതായത് അച്ഛനും അമ്മയ്ക്കും ഡയബറ്റിക് ഉണ്ട്, അല്ലെങ്കിൽ ഫാമിലി ഹെറിഡിറ്ററി ആയിട്ടുണ്ടെങ്കിൽ അടുത്ത നെക്സ്റ്റ് ജനറേഷൻ അത് വരാതിരിക്കാൻ നമുക്ക് തടയാൻ ഒരു ഉപകരണം, ഒരു വലിയൊരു സാധ്യത ഇതിനകത്തുണ്ട്. പക്ഷെ നമ്മൾ എന്താ അറിയോ, അത് ശ്രദ്ധിക്കപ്പെടില്ല.
എനിക്ക് കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യും. വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ ആദ്യം അവർ എന്ത് ചെയ്യും, ഉടനെ സജസ്റ്റ് ചെയ്യും അവർ മെഡിസിൻ. ആ മെഡിസിൻ ഇവർ സ്റ്റാർട്ട് ചെയ്യും, ലൈഫ് ലോങ് കഴിക്കും. അതൊരു അഭിമാനം പോലെ കണക്കാക്കുക എന്നാണ് എന്റെ ഒരു വിശ്വാസം ഇപ്പോൾ. കാരണം വെച്ചാൽ ഞാൻ ഒരുപാട് കേസ് 30 വർഷമായിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്, ഞാൻ അവരോട് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ അവിടെയൊക്കെ വരുന്ന പ്രശ്നം എന്താണെന്നറിയോ, അവരിത് മനസ്സിലാക്കുകയല്ല ചെയ്യുന്നത്. അവിടെ നമ്മളിത് പറയുന്നത് ആധികാരികമായിട്ടാണ്. അപ്പൊ നമ്മൾക്ക് വീട്ടിൽ ഡയബറ്റിക് ഉണ്ട്, അപ്പൊ നമ്മളുടെ കേസിൽ താഴെയുള്ള നമ്മുടെ മക്കൾക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അത് വരാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത്? ലാക്ക് ഓഫ് എക്സസൈസ്, അവര് നന്നായി എക്സസൈസ് ചെയ്യിക്കുക, ധ്യാനം ചെയ്യിക്കുക, അങ്ങനെ അവര് പറഞ്ഞ് മനസ്സിലാക്കുക. കുറെ പ്രാവശ്യം പറയുമ്പോൾ തീർച്ചയായിട്ടും അവർ അനുസരിക്കാൻ തുടങ്ങും. അപ്പൊ പക്ഷെ അവര് ആ ശൈലിയിലൊന്നും അല്ല ലൈഫ്. അവര് ഒരു സ്ട്രെസ്ഡ് ആണ്, ഉറക്കമില്ലായ്മ, ഇതൊക്കെ 40 വയസ്സിലെ ധാരാളം വരുന്നുണ്ട്. ഡയബറ്റിക് പൂർണ്ണമായി മാറുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല സാർ. ഡയബറ്റിക് മാറും, അതായത് നമ്മൾ ഡയബറ്റിക് കേസസ് എടുത്തിട്ട് അതിന് കൊടുക്കുമ്പോൾ അവർക്കുള്ള സൈഡ് എഫക്റ്റുകൾ കുറയ്ക്കാം. പൂർണ്ണമായി മാറുമെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ മരുന്ന് കഴിക്കുന്നതായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് പൂർണ്ണമായി മാറും എന്നുള്ളത് ഉറപ്പ് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നിങ്ങളുടെ ശരീരം അതിന് വില്ലിങ് ആണെങ്കിൽ മാറും. ശരീരം അതിന് വില്ലിങ് ആണെങ്കിൽ മാറും. കാരണം നമ്മുടെ ശരീരം ഇപ്പൊ സാറ് ചെയ്യണ പോലെ ഡെയിലി നിങ്ങൾ ഈ പ്രോസസ് ഒക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ശരീരത്തിന് കറക്റ്റ് ആയിട്ടുള്ള എല്ലാ ധ്യാനം, അതേപോലെ തന്നെ നമ്മുടെ ഓരോ സെല്ലിനെയും റിജുവിനേറ്റ് ചെയ്യണം. ഓക്സിജൻ കൃത്യമായി ഓരോ സെൽസിനും കൊടുക്കണം. അതേപോലെയുള്ള ഭക്ഷണങ്ങൾ നമ്മൾ സ്വീകരിച്ച് വളരെ കൃത്യതയോടെ ജീവിക്കുന്ന വ്യക്തികൾക്ക് ഡയബറ്റീസ് മാറും. നമ്മൾ പക്ഷെ ഡയബറ്റീസ് മാറുമെന്ന് നോക്കാൻ ശ്രമിക്കാറില്ല സർ. എപ്പോഴും മെഡിസിന് വേണ്ടി ഓടുക ചെയ്യും. എനിക്ക് ഇത് മാറുമോ, അല്ലെങ്കിൽ ഇത് മാറ്റിയെടുക്കാൻ പറ്റുമോ? അപ്പൊ ഡയബറ്റിക് കണ്ട ഉടനെ മരുന്ന് വാങ്ങിക്കുക ചെയ്യും. ഉടനെ ഒരു ഡയബറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് കൃത്യമായ രീതിയിൽ മരുന്ന് കഴിക്കാൻ ഒരു ദിവസം പോലും അത് മിസ് ചെയ്യാതെ കഴിക്കുന്ന വ്യക്തികളാണ് നമുക്ക് ചുറ്റുമുള്ളത്. പക്ഷെ അപ്പൊ എന്താണ് നമ്മൾ ചിന്തിക്കേണ്ടത്? ആദ്യം ഡയബറ്റിക് കണ്ട ഉടനെ പോയി മെഡിസിൻ കഴിക്കുകയല്ല, നമ്മുടെ ജീവിത ശൈലികൾ അങ്ങോട്ട് മാറ്റം വരുത്തുക. ഉടനെ നമ്മൾ എക്സസൈസ് മറ്റു കാര്യങ്ങളൊക്കെ തുടങ്ങുക. ഇപ്പൊ ഹാർട്ട് അറ്റാക്ക് വന്നു, അല്ലെങ്കിൽ ഹാർട്ട് ബ്ലോക്ക് വന്നു സർ, ഇത് വന്നിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. പിന്നെ നിങ്ങൾ ഓടിയിട്ടോ ചാടിയിട്ടോ എന്ത് ചെയ്തിട്ടും പ്രയോജനമില്ല. ഒരു ബ്ലോക്ക് വന്നു, അത് റിമൂവ് ചെയ്യുകയല്ല ചെയ്യുന്നത്, ബ്ലോക്കിന് സ്റ്റണ്ട് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഉള്ളിൽ ഒരു സ്റ്റണ്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ ബ്ലോക്കിന് പുറത്തു കൂടെയാണ് സ്റ്റണ്ട് വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതിൽ കൂടെ ഓക്സിജൻ, അതായത് നമ്മുടെ ബ്ലഡ് കറക്റ്റ് ആയിട്ട് പോകാൻ വേണ്ടി മാത്രമുള്ള ഒരു ഹെൽപ്പാണ്. അല്ലാതെ ബ്ലഡ് തടയപ്പെടാൻ പാടില്ല. ഒരു കുഴി വരുമ്പോൾ അതിൽ കൂടെ ഇറങ്ങി കയറുമ്പോൾ ആ മിനിറ്റുകൾക്കുള്ള വേരിയേഷൻസ്, സെക്കൻഡുകൾക്കുള്ള വേരിയേഷൻസിന്റെ ഹാർട്ടിന് പ്രശ്നം വരും. അപ്പൊ അതില്ലാതെയാക്കാൻ വേണ്ടി ഒരു പ്രോസസ് മാത്രമാണ് ഈ സ്റ്റണ്ട്. 1, 2, 3 സ്റ്റണ്ട് വെച്ച് 4 സ്റ്റണ്ട് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് അഭിമാനത്തോടുകൂടി പറയുക ചെയ്യണത്. പക്ഷെ ഈ സ്റ്റണ്ട് വെക്കാൻ എന്തിനാണ് നമ്മൾ സാഹചര്യം ഉണ്ടാക്കുന്നത്? അതിനു മുമ്പ് നമ്മൾ നമ്മുടെ ഹാർട്ടിനുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കാൻ നോക്കൂ. അപ്പൊ അവിടെയാണ് നമ്മൾക്ക് ഈ ഒരു പ്രോഡക്റ്റുകളുടെ പ്രസക്തി നമ്മൾ കാണേണ്ടത്. അവിടെ നമ്മൾ ലാക്ക് ഓഫ് എക്സസൈസ്, അതേപോലെ തന്നെ ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരുന്ന ഹെറിഡിറ്ററി ആയിട്ട് വരുന്ന ഡയബറ്റിക്കും കൊണ്ട് തന്നെ പല ആളുകൾക്കും ഈ വക പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. ഹാർട്ടിന് സൈലന്റ് അറ്റാക്കുകൾ ധാരാളം വരുന്നത് എന്തുകൊണ്ടാണ്? ഈ ഡയബറ്റിക് കൊണ്ടാണ്. അപ്പൊ അതൊക്കെ മാറ്റണമെങ്കിൽ കൃത്യമായ രീതിയിൽ നമ്മൾ ഒരു വെൽനസ് പ്രോഗ്രാംസ് ധാരാളം കണ്ടക്ട് ചെയ്യാം. നിങ്ങൾ നിങ്ങളുടെ ഏരിയയിൽ നല്ല നല്ല വെൽനസ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്തിട്ട് ജനങ്ങൾക്ക് ബോധവൽക്കരണം കൊടുക്കുക. വെൽനസിനെ പറ്റി അറിയണം. എന്റെ ശരീരത്തിനെ പറ്റി എനിക്ക് അറിയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്കൊരു ബോഡി സ്കാനർ ഉണ്ട്. ആ ബോഡി സ്കാനറിൽ കയറി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെന്ന് ആ ബോഡി സ്കാനർ പറഞ്ഞു തരും. അത് നമ്മൾ നോക്കുക, നോക്കിയിട്ട് അത് നമ്മൾ കൃത്യമായ രീതിയിൽ അതിനെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഹെൽത്ത് വൈസ് ആയിട്ടുള്ള ചെയ്യാൻ പറ്റും. ഇതിനൊന്നും നമ്മൾ പൈസയോ അല്ലെങ്കിൽ ഇതൊന്നും മുടക്കേണ്ട കാര്യങ്ങളല്ല. ഇതൊക്കെ ഞാനും സാറും നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ റെഡി ആയിട്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾക്ക് വേണം എന്നുള്ള ആൾക്കാർ വരണ്ടേ? അപ്പോഴല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സാർ ഇത്രയും നന്മ ചെയ്യുന്നുണ്ട്, എനിക്കിത് ബോഡി സ്കാനർ ചെക്കപ്പ് ചെയ്ത് തന്നിട്ട് നിങ്ങളെ സംരക്ഷിക്കാൻ പറ്റും, പറഞ്ഞു തരാൻ പറ്റും. നിങ്ങൾക്ക് എന്ത് ഭക്ഷണം കഴിക്കണം, എന്തെല്ലാം മാറ്റം നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാക്കണം. ഇപ്പൊ ബോഡി സ്കാനർ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഒരു ഒറ്റ ഉദാഹരണം പറഞ്ഞു നിർത്താം. സമയം ഒരുപാട് എടുക്കുന്നുണ്ട് സാർ, ഞാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, ബോഡി സ്കാനർ ചെക്കപ്പ് നമ്മൾ നടത്തുമ്പോൾ അതിൽ വിസറൽ ഫാറ്റ് പറഞ്ഞിട്ടൊരു സംഭവം വരും. ഒറ്റ ഉദാഹരണം, വിസറൽ ഫാറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള വിസറാസ്, അതായത് ലിവർ, ലേഡീസ് ആകുമ്പോൾ യൂട്രസ്, കിഡ്നി, ഇങ്ങനെ എല്ലാ പോർഷനും അതിന്റെ താഴേക്ക് വരുന്നത്, നമ്മുടെ ഹാർട്ടിന്റെ താഴെ വരുന്ന പോർഷൻസ് ആണ് നമ്മൾ വിസറൽ ഫാറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവിടെ എല്ലാം വിസറൽ ഫാറ്റ്, ഓവറീസിലൊക്കെ വിസറൽ ഫാറ്റ് ഉണ്ടാവുന്നു. അപ്പൊ ഈ വിസറൽ ഫാറ്റ് അവിടെ എല്ലാം ധാരാളം നമ്മളുടെ അക്യുമുലേറ്റ് ചെയ്യും. ഈ അക്യുമുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഫാറ്റി ലിവർ ഉണ്ടാകാം,
ലിവറിനുള്ള സിറോസിസ് ഓഫ് ലിവറിലേക്ക് വരാനുള്ള ഫസ്റ്റ് ചാൻസ് ഫാറ്റി ലിവർ കൊണ്ട്. ക്യാൻസറസ് കണ്ടീഷൻസ് ഉണ്ടാവാനുള്ള ലിവറിന് വരാനുള്ള ചാൻസ് ആണ് ഈ ഫാറ്റി ലിവർ വരുന്നതും ഈ ഒരു വിസറൽ ഫാറ്റ് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പൊ നോർമലി നമുക്ക് എത്ര വിസറൽ ഫാറ്റ് ഉണ്ട് നമ്മുടെ ഈ ബോഡി സ്കാനർ പറയും. അപ്പൊ നമ്മൾ എന്ത് പറയും? നിങ്ങൾ എക്സസൈസ് ചെയ്യൂ, വെള്ളം ധാരാളം കുടിക്കൂ, പ്രീബയോട്ടിക് ആൻഡ് പ്രോബയോട്ടിക് ആയുള്ള കണ്ടീഷൻസ് ഉള്ള ഫുഡുകൾ കഴിക്കൂ. പ്രീബയോട്ടിക് ആൻഡ് പ്രോബയോട്ടിക് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിന് നന്നായിട്ട് ഗട്ട്സിൽ ഇരുന്ന് കൃത്യമായിട്ട് ഡൈജസ്റ്റീവ് സിസ്റ്റം കറക്റ്റ് ചെയ്യുന്നതാണ്. അത് ധാരാളം തൈരിൽ ധാരാളം പ്രീബയോട്ടിക് ആൻഡ് പ്രോബയോട്ടിക് ബാക്ടീരിയ ഉണ്ട്. എല്ലാ ബാക്ടീരിയയും നമുക്ക് മോശമല്ല, ബാക്ടീരിയ എല്ലാം നല്ലതാണ്. അതിൽ ചിലത് മാത്രമേ നമ്മൾ ഉപദ്രവിക്കുള്ളൂ. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അതിന്റെ ആഹാര രീതികൾ മാറ്റം വരും. അതേപോലെ തന്നെ ലേഡീസിലെ കുട്ടികളിലടക്കം ഫാറ്റ് കൂടുതലാണ്, കാരണം എക്സസൈസ് ഇല്ല. ആ ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്യുന്നത് ഓവറീസിലും യൂട്രസിലുമാണ്. അപ്പൊ ഓവറീസിൽ അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? PCOD വരും. മെൻസസ് കറക്റ്റ് ആയിട്ട് വരാത്ത സമയങ്ങളാണ് ധാരാളം. 12 വയസ്സ് തൊട്ട് ഈ കുട്ടി മെൻസസ് ആയ കാലം തൊട്ട് മെൻസസ് കറക്റ്റ് അല്ല. എന്തുകൊണ്ടാണ്? കുട്ടിക്ക് എക്സസൈസ് ഇല്ല, പുറത്തിറങ്ങാൻ പാടില്ല, ആരെയും നോക്കാൻ പാടില്ല, എക്സസൈസ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു കണ്ടീഷൻസിലേക്ക് നമ്മൾ മക്കളെ വളർത്തിക്കൊണ്ട് വന്നാൽ നമ്മുടെ അവിടെയൊക്കെ ഫാറ്റ് ഇൻക്രീസ് ചെയ്യും. അതേപോലെ തന്നെ യൂട്രസിൽ മുഴകൾ വളരെ ചെറുപ്പത്തിൽ വന്നുകൊണ്ടിരിക്കും. എന്താണ് കാരണം? ഈ വിസറൽ ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട്. 2 തരം ഫാറ്റ് വരും. സബ്കുട്ടേനിയസ് ഫാറ്റ് ഉണ്ട്, അത് നമ്മുടെ കയ്യില്, കാലില്, ബട്ടക്കില് ഈ രീതിയിൽ അക്യുമുലേറ്റ് ചെയ്യുന്നതാണ് സബ്കുട്ടേനിയസ് ഫാറ്റ്. മറ്റേ വിസറൽ ഫാറ്റ് എന്ന് പറയുമ്പോൾ ഉള്ളിൽ അക്യുമുലേറ്റ് ചെയ്യുന്നതാണ്. ഫാറ്റ് മെൽറ്റ് ചെയ്യാൻ നമുക്ക് ആവശ്യമുള്ള പല കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന്, ധാരാളം വെള്ളം വേണം. വെള്ളത്തിൽ അലിയുന്ന ഫാറ്റ് ഉണ്ട്, അല്ലാതെ തന്നെ നമ്മുടെ മറ്റ് കാര്യങ്ങളിൽ അലിയുന്ന ഫാറ്റുകളുണ്ട്. അത് പലതരം ഫാറ്റുകളാണ് നമ്മുടെ ശരീരത്തിൽ. കൃത്യമായ രീതിയിൽ വാട്ടർ കൊടുക്കണം, അത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ആഹാരം കൊടുക്കണം. ഇതൊക്കെ ചെയ്തു കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഫാറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? കാൽവേദന, മുട്ടുവേദന, എല്ലാ വേദനകളും നമുക്ക് വരും. ഇപ്പൊ കാൽമുട്ട് വേദന എന്ന് നമ്മൾ പറയുന്നു, എന്താണ് അവിടെ സംഭവിക്കുന്നത്? നമ്മൾ ഉടനെ ഡോക്ടറെ അടുത്ത് പോയി എല്ല് തേയ്മാനം അതും പറഞ്ഞുകൊണ്ട് നമ്മൾ വരും. എല്ല് തേയ്മാനം എന്നുള്ള സംഭവം ഇല്ല. അത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. എല്ലൊന്നും തേയ്മാനം വരില്ല, എല്ലിന് ഒരിക്കലും ഒന്നും സംഭവിക്കില്ല. പക്ഷെ അതിരിക്കുന്ന ഒരു കാർട്ടിലേജ് ഉണ്ട്. ഈ കാർട്ടിലേജ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്? അതായത് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് കൊണ്ടാണ് കാർട്ടിലേജ് ഉണ്ടാക്കുന്നത്. അത് നശിക്കുകയാണ്, അത് കംപ്ലീറ്റ് ഇല്ലാതെയാവാണ്. അത് ഇല്ലാതെയാവുമ്പോൾ എന്താണ്? പെയിൻ തുടങ്ങും, അവിടെ വലിയൊരു നീർക്കെട്ട് വരും, ഫ്ലൂയിഡിന്റെ കപ്പാസിറ്റിയിൽ വേരിയേഷൻസ് വരും. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇതിന് എന്താ ചെയ്യേണ്ടത്? അതിന് വേണ്ട വിറ്റമിൻസ് നമ്മൾ കൊടുക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് നമ്മൾ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടില്ലാതെ കറക്റ്റ് ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ആ ഒരു രീതി നിങ്ങൾ സ്വീകരിച്ചാൽ വളരെ നല്ല കാര്യമാണ്. അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ബോഡിയെ നല്ലപോലെ മനസ്സിലാക്കിയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ ചെറിയ അവസരത്തിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒരുപാട് സയൻസ് ഉണ്ട് നമ്മുടെ ശരീരത്തില്. ചെറുതായി നമ്മൾ മനസ്സിലാക്കി വരുമ്പോൾ നമുക്ക് അസുഖങ്ങളും ഉണ്ടാവില്ല. അതിനനുസരിച്ച് ജീവിതം നമ്മളെ മാറ്റിമരിച്ചാൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യില്ല. നമ്മുടെ ഫുഡിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ, നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കി വെറും ഭക്ഷണ രീതിയിലും എക്സസൈസിലും വരുത്തുന്ന മാറ്റങ്ങളെ കൊണ്ട് എല്ലാ അസുഖങ്ങളും നമുക്ക് മാറ്റാൻ പറ്റും. കാരണം നമ്മുടെ ശരീരത്തിലേക്ക് ഊർജ്ജം അല്ലെങ്കിൽ എനർജി കൊണ്ടുവരുന്നത് നമ്മുടെ ശ്വസനക്രിയ, അതായത് വായുവാണ്. ആ വായുവിൽ കൂടെ തന്നെ നമുക്ക് നമ്മുടെ പെയിൻസിനെ പുറത്തു കളയാനും പറ്റും. അപ്പൊ കൃത്യമായ രീതിയിൽ നമ്മൾ ആ ഒരു ധ്യാനം ശീലിച്ചാൽ തന്നെ ഒരുപാട് അസുഖങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റും. സാർ, ഡോക്ടറെ ഒരു അവസാന ക്വസ്റ്റ്യൻ. ഓർമ്മശക്തി, മെമ്മറി പവർ എങ്ങനെ ഇതിൽ ബൂസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്, ശരിയാണോ? സാർ ഒന്നും കൂടി ചോദിച്ചു. മെമ്മറി പവർ ബൂസ്റ്റ് ചെയ്യാൻ കുട്ടികളുടെ പഠനം അങ്ങനെയുള്ള കാര്യങ്ങൾക്കും ഇത് നല്ല റിസൾട്ട് പറയുന്നുണ്ട്. മെമ്മറി നമുക്ക് എന്തായാലും ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. എന്തുകൊണ്ടാ പറഞ്ഞാൽ ഇതിൽ മെമ്മറിക്ക് വേണ്ട എല്ലാ കണ്ടന്റുകളുണ്ട്. ഓരോ ഇപ്പൊ ഗ്രീൻ ആപ്പിൾ, അതിനകത്ത് വരുന്ന കണ്ടന്റുകൾ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പൊ അതിനകത്ത് നിന്ന് വിറ്റമിൻസ് ആൻഡ് മിനറൽസിന്റെ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. അതേപോലെ തന്നെ പോമിഗ്രാനൈറ്റ്, അപ്പൊ അതിലുണ്ടാകുന്ന അപ്പൊ ഇതിലുള്ള കണ്ടന്റുകൾ നോക്കിയാൽ അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അത് ഓർമ്മശക്തി ഇൻക്രീസ് ചെയ്യാൻ ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട്. അത് മാത്രല്ല, ഓർമ്മശക്തി ഇൻക്രീസ് ചെയ്യൽ മാത്രമല്ല, അവന്റെ ശരീരത്തിലുള്ള ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു കാംനെസ് ഉണ്ടാവും, സ്ട്രെസ് കുറയും, നല്ല ഉറക്കം കിട്ടും. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് വരുമ്പോ തന്നെ നമുക്ക് എന്തുണ്ടാവും? ഓർമ്മ കൂടാൻ തുടങ്ങും. കാരണം പിന്നെ സാർ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഓർമ്മശക്തിയെ പറ്റി പറയുമ്പോൾ ഒന്ന് എടുത്തു പറയേണ്ട കാര്യമുണ്ട്. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ആദ്യം ഈ കുട്ടിക്ക് ചെക്ക് ചെയ്യാൻ പറയും. കാരണം ഓർമ്മശക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം വൈറ്റമിൻ ഡി ആണ്. ഈ വൈറ്റമിൻ ഡി നമ്മളിൽ വളരെ കുറവാണ്. അപ്പൊ ആ വൈറ്റമിൻ ഡി ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കാരണം ഈ അടുത്ത ഇടയ്ക്ക് ഞാൻ 4-5 കുട്ടികൾക്ക് പഠിച്ചത് ഓർമ്മയില്ല, വളരെ മോശമായിട്ട് വരുന്നു ക്ലാസ്സിലെന്ന് പറഞ്ഞപ്പോ ആദ്യം വന്നപ്പോൾ ഞാൻ ചെക്ക് ചെയ്ത വൈറ്റമിൻ ഡി ആണ്. ആ കുട്ടിക്ക് വൈറ്റമിൻ ഡി 8 ആയിരുന്നു ഉണ്ടായിരുന്ന ഒരാൾക്ക് 14,
ഒരാൾക്ക് 13. 8 എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ അലർജി കണ്ടീഷൻസ് ഏറ്റവും കൂടുതൽ വരുന്നത് എന്തുകൊണ്ടാണ്? വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൊണ്ടാണ്. കാരണം അലർജി എന്ന് പറയുമ്പോഴും ഓർമ്മശക്തി എന്ന് പറയുന്ന കാര്യത്തിലേക്ക് വരാം. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി, വൈറ്റമിൻ ഡി നമ്മൾ കറക്റ്റ് ആയിട്ട് കൊണ്ടുവരും. 30 നമ്മുടെ നോർമൽ ലെവല്. അതിലേക്ക് കൊണ്ടുവന്നാൽ ഓർമ്മശക്തി വളരെ കൂടുതലാവും വരും. നിങ്ങൾക്ക് അൽഷിമേഴ്സ് ഡിസീസ് വരുന്നുണ്ട്. ഇപ്പോ ഒരുപാട് ആളുകൾക്ക് പ്രായം കൂടുന്നതോറും ഓർമ്മ കുറയുന്നു. ഇതൊക്കെ മെയിൻ കാര്യം നമ്മുടെ ശരീരത്തിലുള്ള പല വിറ്റമിൻസ് ആൻഡ് മിനറൽസിന്റെ കുറവാണ്. അവിടെയൊക്കെ നമ്മൾ എന്താ ചെയ്യോ? ഡോക്ടറെ സമീപിക്കും. അവർ കൊടുക്കുന്ന മരുന്നുകളാണ് നമ്മൾ കഴിക്കുന്നത്. അത് മെഡിക്കൽ സയൻസ് ആണ്. അവിടെ നമ്മൾക്ക് വേണ്ട ന്യൂട്രീഷണൽ സയൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ന്യൂട്രീഷണൽ സയൻസിനെ പറ്റി പഠിച്ചാൽ നമ്മൾ ഒരുപാട് മാറ്റം ഉണ്ടാക്കാൻ പറ്റും. മെഡിക്കൽ സയൻസിലേക്ക് പോയി കഴിഞ്ഞാൽ വെറും മരുന്നുകളുടെ മായാ ലോകത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അതൊരു ലോബിയാണ്, അതിൽ കൂടെ കടന്നു പോവുകയാണ്. പക്ഷെ അതല്ല നമ്മൾ ചെയ്യേണ്ടത്. അവിടെ നമ്മൾ എന്താണ് കോസ്, എന്തുകൊണ്ടാണ് ഓർമ്മ നഷ്ടപ്പെടുന്നത്, അതിനുള്ള കാരണം എന്താണ്, ആ കോസിലൂടെ നമ്മൾ സഞ്ചരിച്ച് അതിനെ നോർമൽ ആക്കിയാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റൂ. അപ്പൊ അതും കൂടി ഒന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് പറയാനുണ്ട്. സാർ, താങ്ക് യു ഡോക്ടർ. പിന്നെ ഇത് വേണ്ടവര് എന്നെ ഇൻഫോം ചെയ്യാം, ഡോക്ടറെ ഇൻഫോം ചെയ്യാം. നിങ്ങൾക്കത് കൊറിയറിൽ അയച്ചു തരുന്നതായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെതായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അതോടൊപ്പം നമുക്ക് ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടോ? കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാം. അപ്പൊ ഡോക്ടർക്കും നമുക്ക് ഇതുവരെ നമ്മളോട് സഹകരിച്ച, നമുക്ക് വേണ്ടി ഒരുപാട് ഇൻഫർമേഷൻ ഷെയർ ചെയ്ത ഡോക്ടർക്കും ഡോക്ടറുടെ ഫാമിലിക്കും വേണ്ടി നിങ്ങൾ ബ്ലസ് ചെയ്യാം. സർവ്വ ഐശ്വര്യങ്ങളും അഭിവൃദ്ധി എല്ലാവരും ബ്ലസ് ചെയ്യാം. ആത്മാർത്ഥമായി ഡോക്ടർക്കും ഡോക്ടറുടെ ഫാമിലിക്കും സർവ്വ ഐശ്വര്യങ്ങളും അഭിവൃദ്ധിയും സമൃദ്ധിയും ഉണ്ടാവട്ടെ. ഡോക്ടറുടെ മക്കളും ഡോക്ടറാണ്, അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ കഴിഞ്ഞോ? പഠിപ്പ് കഴിഞ്ഞു? ഇല്ലല്ലോ അല്ലെ? ഇല്ല സാർ, 5th ഇയർ ആയി. ഓക്കെ. അവർക്കും എല്ലാവർക്കും വേണ്ടി ഡോക്ടറുടെ ഹസ്ബൻഡ് നല്ല ആരോഗ്യം, ആയുസ്, സന്തോഷം എല്ലാവർക്കും, ഡോക്ടറുടെ മക്കൾക്കും ഡോക്ടറുടെ കരിയർ കുറച്ചുകൂടി കൂടുതൽ ആളുകളെ, കൂടുതൽ സോളുകളെ ആയിട്ട് കണക്ട് ചെയ്ത് അവർക്ക് രോഗശാന്തി ഉണ്ടാക്കി കൊടുക്കാൻ ഡോക്ടർ കഴിയട്ടെ. ഡോക്ടർക്ക് പേരും പ്രശസ്തിയും കൂടുതൽ ആളുകളിലേക്ക് എത്താൻ കഴിയട്ടെ. ഡോക്ടറുടെ ഇൻഫർമേഷൻസ് എല്ലാവരും ബ്ലസ് ചെയ്യാം, ആത്മാർത്ഥമായി ബ്ലസ് ചെയ്യാം. താങ്ക് യു. നമസ്കാരം. ഞങ്ങളുടെ ഈ പ്രോഗ്രാമിന് വന്നതിന് ഡോക്ടറോട് ഞങ്ങൾ നന്ദി പറയുന്നു. താങ്ക് യു ഡോക്ടർ. ഓക്കെ, നമസ്കാരം എല്ലാവർക്കും.